ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത്. പ്രക്ഷോഭ സമയങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് ഇന്ത്യ എതിർപ്പ് രേഖപ്പെടുത്തിയത്. ഇതിനിടയിലാണ് അതിർത്തി പ്രശ്നം ശക്തമായി കൊണ്ടിരിക്കുന്നത്. 4096.7 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്നത്. 3141 കിലോമീറ്റർ വേലി കെട്ടിയിട്ടുമുണ്ട്. എന്നാൽ ബാക്കി വരുന്ന പ്രദേശം ബംഗ്ലാദേശ് ശക്തമായി എതിർക്കുന്നു. അതിനു കാരണം ബംഗ്ലാദേശ് പറയുന്നത് അവിടെ ഗ്രാമങ്ങളും വീടുകളും നദികളും ഉണ്ട് എന്നതാണ്. 60% അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ കൂടുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തൽ, തീവ്രവാദം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയാണ് അത്. സെയ്ഫ് അലി ഖാനെ കുത്തിയത് ഒരു ബംഗ്ലാദേശ് പൗരനാണ് എന്ന് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തിയേക്കാളും ഭയങ്കരമായ അവസ്ഥയിലാണ് ഇപ്പോൾ. ആളുകൾ തമ്മിലാണ് ഇപ്പോൾ യുദ്ധം ഏർപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ജനങ്ങളും ഇന്ത്യയിലെ അതിർത്തിയിലെ ജനങ്ങളും തമ്മിൽ വാളുകളും എടുത്താണ് യുദ്ധം ചെയ്യുന്നത്. വളരെ അപകടകരമായ കാര്യമാണ് ഇത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ പ്രദേശവും ബംഗ്ലാദേശുമുള്ള അതിർത്തിയിലാണ് അപകടകരമായ ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ മാൾട്ട എന്ന ജില്ലയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലത്തിൽ മുമ്പ് തന്നെ കമ്പിവേലി കെട്ടിത്തിരിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തർക്കങ്ങൾ ഉണ്ടാകുകയും പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. കാരണം ബംഗാളികൾ പൊതുവെ ഒരേ വംശജ ആയിരുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈയിടയിൽ മുഹമ്മദ് യൂനസ് വരികയും വിദ്യാർത്ഥി സംഘടനയുടെ മറവിൽ തീവ്രവാദ സംഘടന അധികാരത്തിൽ വരികയും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനോടുകൂടെ തന്നെ ഇന്ത്യയോടുള്ള വിരോധം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ചില കർഷകരെ ബംഗ്ലാദേശികൾ ആക്രമിക്കുകയും ഇതിനെ തുടർന്ന് ഇന്ത്യക്കാർ ബംഗ്ലാദേശികളെ അടിച്ചോടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഫോഴ്സ്, അതായത് മിലിറ്ററി പറഞ്ഞപ്പോൾ അടിച്ചോടിക്കുന്ന പരിപാടികളൊക്കെ നിർത്തുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യയിലെ വിഷയം എന്നത് മറ്റൊന്നാണ്. രണ്ട് രാജ്യത്തിലെ സൈനികരല്ല ഏറ്റുമുട്ടിയിരിക്കുന്നത്, ജനങ്ങളാണ്. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. കാരണം സംഘർഷം കൂടുതൽ ശക്തമാകുകയാണ് എങ്കിൽ ഒരു വലിയ സൈനിക നീക്കത്തിലേക്കാണ് പോകുക. അതിനൊരു സംശയവും വേണ്ട. കാരണം ബംഗ്ലാദേശിലെ ബംഗാളികൾക്ക് തീരെ ബോധമില്ല എന്ന് തന്നെ പറയാം. എല്ലാവർക്കുമല്ല. ഇനി വീണ്ടും ബംഗാളികളുടെ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യം ഇടപെടും. അപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശ് സൈന്യവും ഇടപെടുന്നതാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും. ഇതുവരെ ബംഗ്ലാദേശികൾക്ക് ശത്രുവായ ഇന്ത്യയെ അവർ കണ്ടിട്ടില്ല. സുഹൃത്തായ ഇന്ത്യയാണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശത്രുവായ ഇന്ത്യ എങ്ങനെയിരിക്കുമെന്നത് പാകിസ്ഥാനും ചൈനയ്ക്കും അറിയാം. ഒരുപക്ഷെ ബംഗാളികൾക്ക് ഇനി അറിയാൻ പോകുന്നേയുള്ളൂ. എന്നാൽ ഇതിലൊളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിഗൂഢമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇന്ത്യയോട് ശത്രുതയുണ്ട്. ഒന്ന് പാകിസ്ഥാനായിരിക്കാം, മറ്റൊന്ന് ചൈനയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക്. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ. അതിനൊരു എക്സാമ്പിളാണ് റഷ്യ യുക്രൈൻ യുദ്ധം. 1.5 വർഷത്തിലേറെയായി റഷ്യ ഇതിൽ കുരുങ്ങിക്കിടക്കുന്നു. അതുപോലെ ഇന്ത്യയും പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ എക്കണോമിക് ഗ്രോത്ത് കുറയുകയും പുതിയ ഇൻവെസ്റ്റേഴ്സ് വരാതിരിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഒരു വൻ ശക്തിയാകാൻ തയ്യാറെടുക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന് ആദ്യം വേണ്ടത് രാജ്യത്തിനകത്തെ സമാധാനം കൊണ്ടുവരികയും യുദ്ധമുണ്ടാകാതെ നോക്കുകയുമാണ് വേണ്ടത്. യുദ്ധമുണ്ടായാൽ വലിയൊരു നികുതി പണം അതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വികസനം മുരടിക്കുകയും ചെയ്യും. ചൈന, പാകിസ്ഥാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ ആവശ്യം ഇതുതന്നെയാണ്. ഇവർ തന്നെയാണ് ഇന്ത്യയെ ഭയക്കുന്നത്. കാരണം ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് പിടിച്ചു നിർത്തുക എന്നതാണ് ഇവരുടെ ആവശ്യം.